എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചത്. ഇന്ന് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 18 മുതൽ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ക്രിസ്തുവിൻ്റെ ഭയത്താൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിച്ചു നിർത്തി. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. നമ്മൾ മുമ്പേ പാടിയതുപോലെ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറേണ്ടത്, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണം. 2024 അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ, കർത്താവ് അനുവദിച്ചാൽ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം: കർത്താവ്, എൻ്റെ ഇഷ്ടമല്ല, പുതുവർഷത്തിൽ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഈ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ദൈവസഭയോടും നമ്മോടും ദൂത് പറഞ്ഞുകൊണ്ട് 5-ാം അധ്യായം 17 വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞ് 19 മുതൽ 21 വരെ വാക്യങ്ങളിൽ ചില കാര്യങ്ങളിലൂടെ നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണ്. 18-ാം വാക്യത്തിൽ ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെയുള്ള വാക്യം പറഞ്ഞിരിക്കുകയാണ്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയുകയാണ്, തലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. തലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ ആയതിനാൽ, തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിൻ്റെ നിറവുള്ളവരായി ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിൽ കീഴ്പ്പെടുന്നവരായി, ക്രിസ്തുവിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായി തീരണം. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ചിന്തയിലും നമ്മുടെ വായനയിലും പലപ്പോഴും ഈ വാക്യം നമ്മുടെ ദൈവസഭയ്ക്കോ നമ്മുടെ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്കോ വേണ്ടാത്തതൊന്നാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വീഞ്ഞു കുടിക്കുന്നവരായിട്ടോ മദ്യം ഉപയോഗിക്കുന്നവരായിട്ടോ നമ്മുടെ സഭയ്ക്കകത്തോ ആത്മീയരെന്ന് പേര് പറയുന്നവർ ഇടയിൽ പേര് പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലല്ലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നെങ്കിലും, പിന്നീടുള്ള പിൽക്കാലങ്ങളിൽ തലമുറകൾ മാറി വന്നപ്പോൾ ഇതിനകത്തും അല്ലെങ്കിൽ ആത്മീയരെന്ന് പേര് പറയുന്നതിനടുത്തും ഇതൊക്കെ ഉപയോഗിക്കുന്നവരായി തീർന്നുവെങ്കിലും, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന, മദ്യം ഉപയോഗിച്ച് മത്തരാകുന്നവർ ദൈവസഭയുടെ ഭാഗമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിലൂടെ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നത് എൻ്റെ വായനയിലൂടെ, എൻ്റെ പഠനത്തിലൂടെ എനിക്ക് മനസ്സിലായത്, വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത്. നമ്മുടെ ജഡസ്വഭാവത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ തലയെ, ബ്രെയിനിനെ മത്താക്കുന്നതൊന്നും, അതിനെ എൻജോയ്മെന്റ് ചെയ്തൊന്നും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അത് ചെയ്യുവാൻ പാടില്ല എന്നാണ് നമ്മുടെ മറ്റുള്ള വേദപണ്ഡിതന്മാരുടെ കമൻട്രികളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്. ഒരാത്മീയനായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ്റെ ശരീരത്തിൽ അവൻ ജീവിക്കുമ്പോൾ ജഡസ്വഭാവം പൊങ്ങി വരുന്ന അവൻ്റെ തലയ്ക്ക് ലഹരി പിടിപ്പിക്കുന്നതൊന്നും ചെയ്യുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മുടെ ചിന്താഗതിയിൽ മദ്യം, വീഞ്ഞ് ഉപയോഗിക്കുന്നത് മാത്രമാണ് തലയ്ക്ക് ലഹരി എന്ന നമ്മുടെ ചിന്താഗതി. ഞാനും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് ലഹരി പിടിപ്പിക്കുന്നത്. ഇന്ന് ആത്മീയ ലോകത്തിൽ പലരുടെയും ലഹരി എന്ന് പറയുന്നത്, കുറച്ചു മുമ്പ് ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകം വായിക്കുന്നതല്ല പലരുടെ ലഹരി, പ്രാർത്ഥിക്കുന്നതല്ല പലരുടെ ലഹരി, നമ്മളിൽ അല്ലെ ആത്മീയത പേര് പറയുന്നവരുടെ പലരും ലഹരി ഈ ലോകത്തിൻ്റെ കണ്ണിന് ഇമ്പമായിരിക്കുന്ന സീരിയലോ സിനിമയോ മറ്റുള്ള ഇതര കാര്യങ്ങൾ കണ്ട് ലഹരി പിടിക്കുന്നവരായി പല ആത്മീയരെന്ന് പേര് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയാണ്, അങ്ങനെ നിങ്ങൾ ലഹരി പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുർനടപ്പുണ്ടാകുമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ജഡത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ സ്വഭാവം ഉയരുവാനിട വരും. ഈ പാപത്തിന്റെ സ്വഭാവം
ഉയരുമ്പോൾ വില്യം ബാർക്ലിയും എഫ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ദൈവദാസനൊക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അകത്തേക്ക് ലഹരിയായിരിക്കുന്ന വസ്തുവകകൾ അല്ലെങ്കിൽ ലഹരിയായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതയാത്ര ആസ്വദിക്കുവാൻ വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുന്നത് ശരിയായ കാര്യമല്ല, ഒരു ആത്മീയന് ചേരുന്ന കാര്യമല്ല. ശരീരഭാഗങ്ങൾ തുറന്നു കാട്ടുന്നത് ഒരു ആത്മീയന് ചേരുന്ന കാര്യമല്ല. ലൈംഗിക ചിന്തകൾ കൊണ്ട് നടക്കുന്നത് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ചേരുന്ന കാര്യമല്ല. ദുഷ്ടതയോ തിന്മയോ അന്യായമായ പെരുമാറ്റത്തിലോ നടക്കുന്നതും അതും ചേർന്ന കാര്യമല്ല. അവന്റെ ജീവിതത്തിനകത്ത് അവനെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജഡസ്വഭാവത്തെ ജഡശരീരത്തെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ദുർനടപ്പുണ്ടാകും. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാവിൽ നിറവുള്ളവനായി ക്രിസ്തുവേശുവിൽ ജീവിക്കുന്നവനായി മാറണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ല ക്രിസ്തു നമ്മളെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം, ആത്മീയ ഗീതങ്ങളെ സന്തോഷിക്കാൻ വേണ്ടി നാവ് തന്ന് ആത്മാവിൽ നിറയപ്പെട്ട ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ സെക്കുലർ പാട്ടുകൾ പാടി ആനന്ദം കൊള്ളുമ്പോൾ വേദപുസ്തകം പറയുന്നു, അത് മുഖാന്തരമായി ദൈവസഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ദുർനടപ്പുണ്ടാകും. പക്ഷെ ഒരു ദൈവ പൈതൽ ആത്മാവിനെ നിറവ് പ്രാപിച്ചവനായി ക്രിസ്തു യേശുവിൽ ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ ജഡശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടി നമുക്ക് ഒരുപക്ഷെ ഇവിടെ ഒരു ആനന്ദവും ആഘോഷവും ഒരുപക്ഷെ മറ്റുള്ളവരെ നമ്മൾ മേൽ ആകർഷിക്കാനൊക്കെ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷെ ദൈവാത്മാവ് നിറഞ്ഞവൻ ഒരു പടിയോട് ഉയർത്തി പറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി അവന്റെ ജീവിതം വിശുദ്ധ ജീവിതമായി നയിക്കണം. അത് വിശുദ്ധ ജീവിതമായി അവന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുവാൻ കഴിയത്തില്ല. കാരണം മറ്റുള്ളവർ മുന്നിൽ പ്രദർശന വസ്തുവാക്കുന്നവന്റെ ശരീരത്തിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, ഈ ലോകത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവൻ അവൻ വിശുദ്ധിയോടെ മറ്റുള്ളവരുടെ സ്വഭാവശുദ്ധിയുള്ളവനായി ജീവിച്ചെടുക്കുവാൻ കഴിയും. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മുടെ മുന്നിലൂടെയോ നമ്മൾ കാണുന്ന ലോകത്തിലൂടെയോ മറ്റു രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവാത്മാവില്ല എന്ന് നാം തിരിച്ചറിഞ്ഞോണം. ഞാൻ വേഗം കടന്നു പോകട്ടെ. ഇനി മദ്യപാനത്തെ വീഞ്ഞു കുടിച്ചു നിങ്ങൾ മത്തരാകരുത്, അത് മുഖാന്തരം ദുർനടപ്പുണ്ടാകുമല്ലോ. അവിടെ ലൂക്കോസ് സുവിശേഷം വായിച്ചു വരുമ്പോൾ 21 അധ്യായത്തിന് 34 വാക്യം വായിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരു കാറ്റഗറി പറഞ്ഞിരിക്കുകയാണ്. ഒരു കാറ്റഗറി, നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ജഡത്തിനും വേണ്ടി സന്തോഷമുളവാക്കുന്നത് ഒന്നും ചെയ്യുന്നവൻ അവന്റെ ദിവസം വന്നു പോയി. അവന് ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിച്ചെടുക്കുവാൻ കഴിയില്ല. അവന് ഉപജീവന ചിന്തകൾക്കാൽ ഭാരപ്പെട്ട് ജീവിച്ചെടുക്കുന്നവരാണ്. അപ്പൊ മദ്യപാനത്തിന്റെ ഒരു കാറ്റഗറി പറഞ്ഞിട്ട് പറയാണ്, അമിതമായി ആഹാരം കഴിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരെയും അല്ലെങ്കിൽ ഉപജീവന ചിന്തകൾ കൊണ്ട് ഭാരപ്പെട്ട് നടക്കുന്നവരെയും എല്ലാം ഒരു കാറ്റഗറി കൊണ്ട് പറഞ്ഞ് അവിടെ യേശു കർത്താവ് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി അല്ല നമ്മളെ തെരഞ്ഞെടുത്തതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പറയുന്നു. അതിന് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ പറയാം. ലേഖനം 13 അധ്യായം, റോമൻ ചാപ്റ്റർ 13 വേഴ്സ് 13, പകൽ സമയത്തെന്നതുപോലെ നാം മര്യാദയായി നടക്കുക. കാരണം രാത്രിയാകുമ്പോൾ ഹൃദയത്തിനകത്തേക്ക് ജഡത്തിന്റെ ചിന്തകൾ കടന്നു വന്നിട്ട് പലതും ചെയ്യുവാൻ വേണ്ടി നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നത് ആണ് നമ്മൾ തിരിച്ചറിയണം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശൈന്യമോഹങ്ങളിലും ദുഷ്കാംഗങ്ങളുമല്ല, പിണക്കത്തിലും അസൂയയുമല്ല. ഇങ്ങനെ താഴോട്ട് ഒത്തിരി കാര്യം പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്തു വരുന്ന ഒത്തിരി കാര്യങ്ങൾ, നമുക്കില്ല എന്ന് പേര് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഈ വാക്യം വായിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഇങ്ങനെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി നാം ചിന്തിച്ചോണം, എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ തലം കൊണ്ട് എനിക്ക് സന്തോഷമുളവാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ദൈവസാന്നിധ്യം വിട്ടുപോകുവാൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഈ ആണ്ടിൻ്റെ അവസാന നിമിഷവും നാം ദൈവസന്നിധിയിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
മാത്രമല്ല ഇനി സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരാം. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്യം, സദൃശ്യവാക്യം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, വീഞ്ഞ് പരിഹാസ്യം മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനികളാകുകയില്ല. മുന്നോട്ടുള്ള വാക്യങ്ങൾ, മേലുള്ള വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചാണ് ആരാണ് ജ്ഞാനി എന്ന്. അപ്പോൾ ഇത് കുടിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ചാഞ്ചാടി നടക്കുന്നവൻ, ലോകത്തിന്റെ മോഹങ്ങളിൽ രസിപ്പിച്ച് അവന്റെ ജീവിതയാത്രയെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, യെശയ്യാവിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ അവിടെ 28-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ മദ്യത്തിന് അടിമയായി തീർന്നു. അവിടെ താഴോട്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്: അവർ ദർശനത്തിൽ പിഴച്ചു, ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ എന്തു പറ്റും? നമുക്കൊരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇതെല്ലാം വേണ്ടെന്ന്, ലോകത്തിന്റെ സകല മയങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഈ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, പിൻതലമുറക്കാർ 1-2 തലമുറ മാറിയപ്പോൾ ആ കളഞ്ഞതിനെ എല്ലാം എടുത്തു വെച്ച് ദർശനം പ്രാപിച്ചവന്റെ തലമുറ അത് ഏറ്റെടുത്ത് അവർ അതിന്മേൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ഇവിടെ പറയാണ്, അവരുടെ ദർശനം പിഴച്ചുപോയി, അവർ തെറ്റിപ്പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയാണെങ്കിൽ എന്നെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും അങ്ങനെയാകരുത്. നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് ആനന്ദം തരുന്ന, നമ്മുടെ തലയെ ഉന്മാദമാക്കുന്ന എല്ലാറ്റിനും വേണ്ടത് വെച്ചതിനു ശേഷം ക്രിസ്തുയേശുവിലുള്ള ഭയത്തിൽ ആ ആത്മാവിനെ നിറവ് പ്രാപിച്ചുകൊണ്ട് ജീവിച്ചെടുക്കുവാൻ കഴിയണം. മാത്രമല്ല, വീഞ്ഞു കുടിച്ച് മത്തരാകുന്നവൻ ദൈവരാജ്യത്തിൽ നിന്ന് ഒഴിവാകുന്നു. ഞാൻ ഓർപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മുടെ തലയെ സന്തോഷം തരുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മളെല്ലാപ്പോഴും പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. കാഹളം ധ്വനിക്കുമ്പോൾ എനിക്ക് പോകണം കർത്താവ് എന്നുള്ള ആത്മാ നിറവോടുകൂടി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളും ഈ ലോകത്തിന്റെ മുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടാണ് ഈ 2024 അവസാന ഞായറാഴ്ച കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം ഞാൻ നിങ്ങൾ ജീവിച്ചത് ഈ ലോകത്തിന്റെ മുഖങ്ങൾക്ക് അധീനപ്പെട്ടുകൊണ്ടാണെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതരെ, ഈ ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിച്ചെടുക്കുവാൻ എനിക്ക് കഴിയണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർക്ക കാര്യമുണ്ട്. മദ്യപന്മാരുടെ കൂട്ടത്തിൽ കുറച്ചു കാര്യങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് മാത്രം വിട്ടുകളഞ്ഞിട്ട് നമുക്കില്ലല്ലോ എന്ന് ആശ്വസിച്ച് നമ്മൾ പോകുമ്പോൾ ഈ രാത്രിയിൽ എന്തെങ്കിലും കർത്താവിനേക്കാൾ കൂടുതൽ, ദൈവത്തെക്കാൾ കൂടുതൽ എന്തെങ്കിലും അത്യാഗ്രഹം നമുക്കുണ്ടെങ്കിൽ നാമും ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് വേദപുസ്തകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങളോ എന്തെങ്കിലും ഇച്ഛകളോ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ലോകത്തെ ദൈവത്തെക്കാൾ കൂടുതൽ, കർത്താവിന്റെ സ്നേഹത്തെക്കാൾ കൂടുതൽ ഏതെങ്കിലും ആണെങ്കിൽ അതും അത്യാഗ്രഹത്തിന്റെ ലിസ്റ്റിൽ പെടുന്നതാണ്. അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല ദൈവവചനം പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ പ്രിയ സ്നേഹിതരെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഈ മീറ്റിംഗ്, ഈ ബൈബിൾ സ്റ്റഡിയിൽ വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവേ, അങ്ങനെ ഒരു അത്യാഗ്രഹം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുവാൻ അനുവദിക്കരുത്. എനിക്ക് വേണ്ടത് ഈ ലോകത്തിന്റെ നന്മയല്ല, എനിക്ക് വേണ്ടത് ആ സ്വർഗീയ സന്തോഷമാണെന്നുള്ള പ്രാർത്ഥനയോട് പോകുവാൻ കഴിയണം. ഗലാത്യ ലേഖനത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വരുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 21-ാം വാക്യം നമുക്കറിയാം. 21-ാം വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വെറുക്കൂത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്കെല്ലാവരും ഡാൻസ് കളിക്കുന്നതിൽ കളിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, എനിക്ക് നിങ്ങൾക്കും എല്ലാവരും കാണിക്കുന്നത് പോലെ കാണിക്കുവാൻ പറ്റത്തില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്നെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കി ദൈവം വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിത്യതയ്ക്ക് വേണ്ടി. അങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ നമ്മുടെ കൂടെ പഠിക്കുന്നവരും ഈ കൂടെ നമ്മുടെ യാത്ര ചെയ്യുന്നവരും അവർ കാണിക്കുന്നതിൽ കാണിച്ചിട്ട് പോകുവാനല്ല കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനല്ല, അവർ വസ്ത്രം ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കുവാനല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി
ചെയ്യുവാൻ വേണ്ടി അല്ല ഒരു ക്രിസ്തീയ ദൈവവേദന ദൈവം വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി നിർമ്മലനായി വിശുദ്ധിയോടെ ജീവിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിന് അവകാശമാക്കുവാൻ കഴിയുള്ളൂ. നമ്മുടെ തലയ്ക്ക് ഉന്മാദമുണ്ടാക്കുന്ന മത്തുപിടിപ്പിക്കുന്ന ഒന്നും ചെയ്യുവാൻ ഒരു ദൈവവേദനെ അനുവദിക്കരുത്. രണ്ടാമത്, ഈ വീഞ്ഞ് ജീവിതയാത്രയിൽ അവന്റെ മോശം പെരുമാറ്റത്തിനും പാപത്തിലേക്കും അവനെ നയിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം നമുക്കറിയാം, ഒരു മുടിയനായ പുത്രനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവന്റെ ജീവിതയാത്രയിൽ അവന് ലഭിച്ച സകല നന്മകൾ കൊണ്ട് അവൻ പോയി ദൂർത്തടിച്ച് അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. അവന്റെ പെരുമാറ്റം മാറി, അവന്റെ സ്വഭാവം മാറി, അവൻ പാപസ്വഭാവമുള്ളവനായി മാറി. അങ്ങനെ ജീവിതത്തെ നശിപ്പിക്കുന്നവനെ കുറിച്ചും നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നു. മാത്രമല്ല, വീഞ്ഞു കുടിക്കുന്നവൻ അവന്റെ സമയത്തെ നഷ്ടമാക്കി കളയുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഈ ലോകത്തിൽ നമ്മുടെ തലയെ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമുക്ക് ബൈബിൾ വായിക്കേണ്ട സമയം, നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയം, നമുക്ക് ആരാധനയ്ക്ക് കടന്നു വരേണ്ട സമയം പലപ്പോഴും നമ്മൾ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ നഷ്ടമാക്കി കളയുന്നു. അതും ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല. വേഗം ഞാൻ കടന്നു പോകട്ടെ. ഇനിയും പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഈ ഒരു പൗലോസ് അപ്പോസ്തലൻ ഈ 18-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു, ആത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് നിറഞ്ഞവരായി. ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം, ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മശാസ്ത്രം, അത് വലിയൊരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. അത് ഇന്ന് രാത്രിയിൽ പറഞ്ഞു തീർക്കുവാനൊന്നും സമയം ഞാൻ എടുക്കുന്നില്ല, അത് കഴിയത്തുമില്ല. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ആ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. അപ്പം ആത്മാവിനാൽ നിറയപ്പെട്ട് ശ്രദ്ധയോടെ ക്രിസ്തുവിൽ ജീവിച്ചെടുക്കുക. അതാണ് ആ വാക്യം പറയുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. അത് ദൈവസഭയുടെ അകത്ത് വേണ്ട ഒരു കാര്യമാണ്. ദൈവസഭയിൽ അന്യഭാഷയുണ്ട്. ബെന്തക്കോസ് ദൈവസഭ എന്ന് പറഞ്ഞ അന്യഭാഷകൾ നിറയപ്പെടുക. പക്ഷേ അതിന് ചില കാറ്റഗറി കൂടെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. ഞാൻ വേഗം ആ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ഇനിയും പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഇത് പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെ. ഇപ്പോഴെ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അടുത്ത വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള ധൈര്യം നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ രാത്രി നമ്മൾ തിരിച്ചു അറിഞ്ഞോണം, നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത്, ഈ പൗലോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ യാഗരിക്കുകയും ദൈവസനെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. പക്ഷെ ദൈവവചനം പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തേക്ക് കയറിയാൽ ധൈര്യഹീനനല്ല, ധൈര്യമുള്ളവനായി നമ്മൾ മാറും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി സുവിശേഷ വേല, ദൈവവചനം ശക്തമായി പ്രസംഗിക്കുന്ന വ്യക്തികളായി മാറി. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്നൊക്കെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നമ്മൾ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയും. അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ ദൈവവചനം ധൈര്യമായി പ്രസംഗിക്കാനുള്ള ദൈവകൃപ നമ്മൾ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമ്മൾ മുഴങ്കാലം മടക്കാൻ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവരുടെയും കൂട്ടത്തിൽ പറഞ്ഞ് പാടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ല, ഞങ്ങൾ ആത്മാവിന് നിറവ് പ്രാപിച്ചവരായി ധൈര്യത്തോടെ ഈ സുവിശേഷ ഘോഷണത്തിന്റെ വക്താക്കളായി മാറുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഈ രാത്രി ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടത്, നമുക്ക് പലപ്പോഴും വേണ്ടത് എല്ലാവരും കൂട്ടത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോകുക. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ പലരും എന്തെങ്കിലും പ്രതിസന്ധി കടന്നു വരുമ്പോൾ ധൈര്യഹീനരായി പോകുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നത് അവരുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർ ഉപദ്രവിച്ചപ്പോൾ, അവരെ ഭീഷണിപ്പെടുത്തപ്പോൾ, ജയിലിറക്കത്തെ ആക്കിയപ്പോൾ അവൻ കൂട്ടത്തോടിരുന്ന് മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി അവർ അകത്ത് കടന്നു വന്നപ്പോൾ ഈ വചനം ഉപദ്രവിച്ചവരുടെ മുൻപിൽ ധൈര്യമായി പ്രസ്താവിക്കുവാനുള്ള ഒരു ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. ഞാനും പ്രാപിച്ചെടുക്കുന്നതാണ് ഈ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കണം. ഈ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കണം. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവനായി തീരണം, സ്നേഹിക്കുന്നവനായി തീരണം, പിതാവിനെ സ്നേഹിക്കുന്നവനായി തീരണം. 14-ാം അധ്യായത്തിൽ 21 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് പറഞ്ഞിട്ട് പറയാണ്, കൽപ്പനകളെ പ്രമാണിക്കണം, സ്നേഹിക്കണം, പിതാവിനെ സ്നേഹിക്കണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വേദപുസ്തകം വായിക്കണമെന്ന് പാസ്റ്റർ പറയണ്ട, വേദപുസ്തകം പ്രമാണിക്കണമെന്ന് പാസ്റ്റർ പറയണ്ട, വേദപുസ്തകത്തിലെ കാര്യങ്ങൾ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചെടുക്കണമെന്ന് മറ്റുള്ളൊരു ഉപദേശം കൈക്കൊള്ളേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് അകത്ത് വന്നിരി കഴിയുമ്പോൾ ഇതിനകത്ത് പ്രിയ സ്നേഹിതരെ, നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ബഹുമാനത്തോടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും ധൈര്യഹീനരായി പോകുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെ പോയെന്ന് ഈ രാത്രി ഒന്ന് ശോധന ചെയ്യണം. ഞാൻ മുന്നോട്ട് വേഗം കടന്നു പോവുകയാണ്. ഇനിയും ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കത് ലഭിക്കും. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ കൽപ്പന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറും, അത് പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ക്രിസ്തുവിന്റെ കൽപ്പന അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അത് പരിപാലിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും. അപ്പോൾ ദൈവാത്മാവ് നമ്മളിൽ വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അടുത്ത് ജീവിച്ചെടുക്കുവാൻ കഴിയും. ക്രിസ്തുവുമായി നമ്മൾ അടുത്ത് ജീവിച്ചെടുക്കുന്നു കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രി ഒന്ന് ശോധന ചെയ്യണം. കർത്താവേ, എന്നിലുള്ള ആത്മാവിന്റെ ശക്തി എവിടെ നിന്ന് കടന്നു വന്നാണെന്ന് ഈ രാത്രിയിൽ ഒന്ന് ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ 7-ാം അധ്യായത്തിന് 38 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. അവൻ അത് തന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞു. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൻ ആത്മാവ് വന്നിട്ടില്ല. അപ്പോൾ യേശു കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിലേക്ക് ദൈവാത്മാവിന്റെ നദി ഒഴുകും, നദി ഒഴുകും. ഈ ആത്മാവ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് അകത്തേക്ക് വന്നു പറഞ്ഞാൽ യേശുക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കണമെന്നും ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും വ്യക്തമായ അറിവ് ആ വ്യക്തിക്ക് കിട്ടും. മാത്രമല്ല, ദൈവാത്മാവ് നിറഞ്ഞവൻ ലൗകിക ചിന്തകൾ കൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവാത്മാവ് നിറഞ്ഞവൻ ദൈവിക ചിന്തകൾ കൊണ്ട് ജീവിച്ചെടുക്കുവാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മളിലുള്ള ദൈവാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ചിന്തകളും ഈ ലോകത്തിന്റെ ഇച്ഛകളും, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ഈ ലോകത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ തലച്ചോറിനെ ഇമ്പമാകും തോന്നുന്നത് പലതും ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി യാഥാർത്ഥ്യത്തോടുകൂടിയാണോ നമ്മൾ പറയുന്നതെന്ന് ഈ രാത്രി ഒന്ന് ശോധന ചെയ്യണം. ഈ 2024 അവസാന ഞായറാഴ്ച ഈ ബൈബിൾ സ്റ്റഡി കടന്നു വന്നിരിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയിട്ട് മുഴങ്കാലം മടക്കിയിട്ട് ദൈവസന്നിധി കർത്താവേ, ആ ദൈവാത്മാവിന്റെ ശക്തി എനിക്ക് തന്നിട്ട് പുതുവർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അങ്ങേ മാത്രം മുൻനിർത്തിക്കൊണ്ട് അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചെടുക്കുവാൻ സുവിശേഷ വേലയുടെ ഒരു വ്യക്താവായിട്ട് തന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെടുക്കുവാൻ കഴിയണം. മാത്രമല്ല, ഈ 13-ാം അധ്യായം, പ്രവർത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ
അവിടെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ഹൃദയത്തിനകത്ത് സന്തോഷം അനുഭവിച്ചറിയുവാൻ ഇടവന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സന്തോഷം അവർ ജീവിതത്തിലുണ്ടായി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവന്റെ മുഖത്തെപ്പോഴും സന്തോഷം അനുഭവിച്ചറിയുവാൻ കഴിയണം. നമ്മൾ പലപ്പോഴും പലരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രസാദം തോന്നത്തില്ല. ഈ രാത്രി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രസാദം അനുഭവിച്ചറിയാൻ കഴിയണം. കാരണം എൻ്റെ സകലത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന കർത്താവിലാണ്. അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കത്തില്ലെന്നും ഒരു ദൈവ പൈതലിന് പൂർണ്ണമായ നിശ്ചയമുണ്ടെങ്കിൽ അവന് മുഖത്തെപ്പോഴും സന്തോഷമാണ്. കാരണം അവൻ അകത്ത് വ്യാപരിച്ചിരിക്കുന്നത് ഞാൻ പോയതിനു ശേഷം നിന്നെ വഴി നടത്തുവാൻ വേണ്ടി ഒരു കാര്യസ്ഥനെ നിനക്ക് അയച്ചു തരും. ആ പരിശുദ്ധാത്മനെ അയച്ചു തരുമ്പോൾ അവൻ നിന്നെ ഗൈഡ് ചെയ്യും. അവൻ അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മൾക്കുള്ളതുപോൽ നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം വേദന കടന്നു വന്നാലും നമുക്ക് സന്തോഷിക്കുവാനേ കഴിയുള്ളൂ. കാരണം ക്രിസ്തു അറിയാതെ, ദൈവം അറിയാതെ നമുക്കൊന്നും അല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കുവാൻ അനുവദിക്കത്തില്ല. ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വേഗം ഞാൻ പറഞ്ഞു നിർത്താം. താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു, ആത്മാവ് നിറഞ്ഞവൻ ആത്മാവിൽ പാടുന്നവനായി തീരും. ഞാൻ ആദ്യത്തെ വാക്യം ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ഈ ലോകത്തിന്റെ പാട്ടുകളല്ല പാടുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മീയഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്നവനായി തീരും. കാരണം ഈ ലോകത്തിന്റെ പാട്ടുകൾ അവന് മനസ്സുഖം തരുന്നതായിരുന്നേക്കാം. ഈ ലോകത്തിന്റെ പാട്ടുകൾ ഒരുപക്ഷെ അവന് ജീവിതയാത്രയിൽ അവൻ ഒത്തിരി പാടി സന്തോഷിക്കാൻ കഴിഞ്ഞു വന്നേക്കാം. പക്ഷെ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാപിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വഴിയോട് കയറി പറഞ്ഞാൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോഴും അവന് ജോലി സ്ഥലത്ത് പോകുമ്പോഴും അവൻ വാഹനം ഓടിക്കുമ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്നിരിക്കുമ്പോഴും അവൻ അകത്തുനിന്ന് വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആത്മീയ ഗീതങ്ങൾ പാടി ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം അകത്തിരിക്കുന്നത് ഈ ലോകത്തിന്റെ ആത്മാവല്ല, അകത്തിരിക്കുന്നത് ദൈവാത്മാവാകിയാൽ അകത്തുനിന്ന് പുറത്തു വരുന്നതും ആത്മീയ സ്തുതികൾ മാത്രമായിരിക്കും. അപ്പം ആത്മീയ സ്തുതികൾ നമുക്ക് പാടുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ഈ ലോകത്തിന്റെ പാട്ടുകൾ പാടി രസിക്കാനാണ് കഴിയുന്നെങ്കിൽ, ഈ രാത്രി ഒന്ന് ചിന്തിച്ചോണം, നമുക്ക് ദൈവാത്മാവിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയും. നമുക്കറിയാം കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായമാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചാൽ മതി. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 14. അപ്പോൾ അതിനകത്ത് 15-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ആത്മാവ് പ്രാപിച്ച പൗലോസ് പറയാണ്, ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പൗലോസിന് പറയാൻ കഴിയും ആത്മാവിനാൽ പാടുവാൻ കഴിയുന്ന സ്ഥലം, ബുദ്ധി കൊണ്ട് പറയേണ്ട സ്ഥലവും. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. സഭയ്ക്കകത്ത് വരുമ്പോൾ പാടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പോകുന്നതിനേക്കാൾ ഉപരി ഒറ്റയ്ക്ക് കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തെ പാടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് മുഴങ്കാലം രഹസ്യമായി ദൈവസന്നിധിയിലേക്ക് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പാടുവാൻ കഴിയുന്നുണ്ടോ? അതാണ് ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത്, അതാണ് ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറ് ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഞാൻ മുമ്പ് പൗലോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. എന്റെ രഹസ്യമായ പ്രാർത്ഥനയ്ക്കകത്തും എന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തും ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞാൻ. അന്യഭാഷയ്ക്കെതിരല്ല. അന്യഭാഷ എന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന അന്യഭാഷയാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ സഭാ ശുശ്രൂഷയുടെ ആരംഭം 1998 ഞാൻ സഭയുടെ ശുശ്രൂഷകനായി ചാർജ് എടുത്തു. ഏകദേശം സെമിനാരി പഠനത്തിന്റെ മൂന്നാമത്തെ മാസം ഞാൻ സഭയുടെ ശുശ്രൂഷകനായി ചാർജ് എടുത്തപ്പോൾ ഏകദേശം 60-70 പേര് വിശ്വാസികളുള്ള ഒരു സഭയാണ്. ആ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു അപ്പച്ചൻ, പ്രായമേറിയ ഒരു അപ്പച്ചൻ കടന്നു വന്നിട്ട് ദൈവവചന ശുശ്രൂഷയ്ക്കിടയ്ക്കല്ല, ആത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വൻ കാര്യങ്ങളെ വിളിച്ചു പറയുന്നത്. പക്ഷെ അന്ന് എനിക്ക് ആ ഭാഷ വശമില്ലായിരുന്നു. ആ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലായിരുന്നു കൊണ്ട് എനിക്ക് അന്ന് ആ ഭാഷ വശമില്ലായിരുന്നു. ഞാൻ പിറ്റേ ഞായറാഴ്ച എൻ്റെ സുഹൃത്തിനെ മണക്കാലയിൽ ഫെയ്ത്ത് സെമിനാരി ബിഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിനുവങ്കൽ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരനെ ഞാൻ വിളിച്ചുകൊണ്ടു സഭയ്ക്കകത്ത് ആ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അപ്പച്ചൻ അതേ ആത്മാവിനാൽ അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഭാഷ അറിയാവുന്ന ബിനുചായൻ എഴുന്നേറ്റു ട്രാൻസ്ലേറ്റ് ചെയ്തെന്തെന്നറിയാമോ?
സഭയ്ക്ക് വരാൻ പോകുന്ന ശോചനീയ അവസ്ഥയും നാശത്തെയും കുറിച്ചായിരുന്നു. സഭയ്ക്കകത്ത് വരാൻ പോകുന്ന കുടുംബങ്ങളുടെ തകർച്ചയെ കുറിച്ചായിരുന്നു. ആ തകർച്ചയ്ക്കകത്ത് ആരൊക്കെ മുഴങ്കാലം അടക്കിയോ, ആരൊക്കെ ദൈവസേന സമർപ്പിച്ചോ, അവരെല്ലാം കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ആര് സമർപ്പിക്കാതെ പോയോ അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഈ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് പറയുന്നത് ആത്മാവിനാൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മുടെ ദൈവസഭയ്ക്കകത്ത് 2025 ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞാൻ ഇവിടെ അന്യഭാഷ പറയുമ്പോൾ അതിന് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ദൈവാത്മാവിനെ കൃപ പ്രാപിച്ചവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേക്കാൻ കഴിയണം. ദൈവസഭയ്ക്കകത്ത് നല്ല പ്രവാചകന്മാർ എഴുന്നേക്കാൻ കഴിയണം. അങ്ങനെ ഒരു ആത്മീയ വളർച്ച പ്രാപിച്ച 2025 ഖത്തർ അറിയപ്പെടും ദൈവസഭയായി നമ്മുടെ സഭ മാറുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ വേഗം കടന്നു പോകട്ടെ. അപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ഈ യാക്കോബിന്റെ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, കഷ്ടം അനുഭവിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്ന ആത്മാവിൽ പാടുവാൻ കഴിയട്ടെ. ഞാൻ വേഗം നിർത്താൻ പോവുകയാണ്. ഇനി ആത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. നന്ദിയുള്ള ഹൃദയത്തോടു കൂടി. അവിടെ ആ വാക്ക് പറഞ്ഞേ, എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേറെ ഒന്നുമില്ല. ദൈവാത്മാവ് നിറഞ്ഞവന് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ. എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. രോഗം വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ശമ്പളം കൂടുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ശമ്പളം കുറയുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ജീവിതയാത്രയിൽ എന്തെങ്കിലും വേദന, കഷ്ടങ്ങളോ നിരാശകളോ കടന്നു വരുമ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനും എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ആർക്ക്? ദൈവാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ മറ്റുള്ള വ്യക്തികളെക്കാൾ കഷ്ടങ്ങളും വേദനകളും നിരാശകളും നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മഹത്യക്ക് ശ്രമിക്കാത്തതിന്റെ കാരണമെന്ന് അറിയാമോ? നമ്മുടെ അകത്തേക്ക് വ്യാപരിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് നമുക്കത് ചെയ്യുവാൻ കഴിയത്തില്ല. ലോക മനുഷ്യൻ അത് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, എല്ലാറ്റിനും എന്തിനു വേണ്ടിയും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. അതുകൊണ്ടാണല്ലോ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാതിരുന്നേക്കാം, പഴയ നമ്മുടെ പ്രായമുള്ള അമ്മച്ചിമാർ വീട്ടിൽ അടുപ്പേൽ കലം വെച്ചിട്ട് അരിയിടുമ്പോൾ എങ്ങനെ അരിയിട്ടുകൊണ്ടിരുന്നേ? സ്തോത്രം പറഞ്ഞ് അരിയിട്ടുകൊണ്ട്. ഓരോ പിടി വാരിയിടുമ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരും. നമ്മളെത്ര പേരത് ചെയ്യുന്നുണ്ട്? നമ്മളത് ചെയ്യുന്നില്ല. അന്നത്തെ പ്രായമുള്ള മാതാക്കൾ അവരെന്ത് ചെയ്താലും സ്തോത്രം പറഞ്ഞുകൊണ്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവർ പിൻതലമുറക്കാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ഈ അവസ്ഥയിൽ കടന്നു വന്നിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോഴും എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ശമ്പളം മേടിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എന്തെല്ലാം നിങ്ങൾ ഈ യാത്രയിൽ അനുഭവിക്കേണ്ട ആ പ്രതിസന്ധി ഘട്ടങ്ങൾ പോയാലും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസനയിൽ നന്ദിയുള്ളവരായി തീരുവിൻ. മാത്രമല്ല, അവസാനത്തെ ഒരു വാക്കോട് പറഞ്ഞാനിരിക്കാം. ആത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, വിധേയത്വം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ മഹാനാണ്, ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ഒരു ആത്മാവിന്റെ നിറവ് പ്രാപിച്ച വ്യക്തികൾക്ക്. എന്നേക്കാൾ കൂടുതൽ ശ്രേഷ്ഠന്മാരാണ് മറ്റുള്ളവരെന്ന് ആ മനോഭാവത്തോട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ പ്രാപിച്ചിരിക്കുന്നത് ദൈവാത്മാവിന്റെ ശക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാവും. കാരണം വേറൊന്നും അറിയത്തില്ല, മറ്റുള്ളവരാണ് എന്നെക്കാൾ വലുതെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് റോമലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം, ഭാവിക്കേണ്ടതിനും ഇത് ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവിന് പങ്കിട്ടതുപോലെ സുബോധമാമണ്ണം നടക്കണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളും ആത്മാവിന്റെ നിറവ് പ്രാപിച്ചവരാണ്, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവരാണ്, ദൈവകൃപയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യങ്ങളോട് പാലിച്ചു തന്നെ ഇരിക്കുന്നു. നിങ്ങളെ നടത്തിയവരെ അനുസരിച്ചു കീഴടങ്ങിയിരിപ്പീൻ. താഴോട്ടുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വായിക്കണം.
നിങ്ങളെ നടത്തിയവരെ അനുസരിച്ചു കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്കു ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾ വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതു അവർ ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, നമുക്ക് വേണ്ടി കരയുന്ന വിശ്വാസികൾ, അവർ ഞെരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാതെ നമ്മൾ ക്രിസ്തുവിൽ കീഴടങ്ങിയിരുന്ന് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ കഴിയണം. 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവേ, എൻ്റെ ഇഷ്ടം എന്നിൽ നടക്കരുത്, എൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നടക്കരുത്, എൻ്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞുങ്ങളിൽ നടക്കരുത്. ഞാൻ അങ്ങയുടെ മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അങ്ങയുടെ ആത്മാവ് നിറവ് പ്രാപിച്ച് എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സുവിശേഷ ഘോഷണത്തിൻ്റെ വ്യക്താവായിട്ട്, സുവിശേഷ വേലയുടെ വ്യക്താവായിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ എൻ്റെ അധൈര്യമെല്ലാം മാറിയിട്ട്, ഭയമെല്ലാം മാറിയിട്ട് ധൈര്യമുള്ളവനായി ദൈവാത്മാവ് ജീവിക്കുവാൻ എനിക്ക് ശക്തി തരണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിത്തീരാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.